Meet the editors. കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസും ഇഡിയും സമർപ്പിച്ചിരിക്കുന്നത് പരസ്പര വിരുദ്ധമായ കുറ്റപത്രങ്ങൾ. 6 കോടി രൂപയുടെ കള്ളപ്പണം BJP ഓഫീസിൽ എത്തിയെന്ന പോലീസ് റിപ്പോർട്ട് തള്ളി. രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ലാതെയാണ് ഇഡിയുടെ കുറ്റപത്രം. കൊടകരയിലെത്തിയ 3.5 കോടിയുടെ കള്ളപ്പണത്തിന്റെ ഉറവിടം അന്വേഷിക്കേണ്ടത് ആദായനികുതി വകുപ്പെന്ന് ഇഡി പറയുന്നു. BJPയുടെ താൽപര്യത്തിനു വേണ്ടി കുറ്റപത്രം വരെ ഇഡി തിരുത്തി എഴുതിയെന്നാണ് CPMന്റെ വിമർശനം. കോളിളക്കമുണ്ടാക്കിയ കൊടകര കുഴൽപ്പണ കേസിൽ രാഷ്ട്രീയം തൊട്ടുതീണ്ടാതെയാണ് ഇഡി കുറ്റപത്രം കലൂരിലെ PMLA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കുറ്റപത്രത്തിൽ BJPയുടെ പേര് പോലും പരാമർശിച്ചില്ല. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപ് ദേശീയപാതയിൽ ക്രിമിനൽ സംഘം കാർ ആക്രമിച്ച് 3.5 കോടി കവർന്നുവെന്ന കേരള പോലീസിന്റെ കണ്ടെത്തൽ ഇഡി പാടെ വിഴുങ്ങി. 2 കുറ്റപത്രത്തിലെയും കണ്ടെത്തലുകളും പരസ്പര വിരുദ്ധം. ഇത് കേസിനെ ദുർബലമാക്കുമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കുറ്റപത്രം BJP ഓഫീസിലിരുന്ന് തയ്യാറാക്കിയതാണെന്നും മൊഴിയെടുക്കാൻ പോലും വിളിച്ചില്ലെന്നും സാക്ഷിയായ തിരൂർ സതീഷ്. പണത്തിന്റെ ഉറവിടം അന്വേഷിച്ചിട്ടില്ല. ഈ ധർമ്മരാജ് എന്ന് പറഞ്ഞ ആൾക്ക് ഈ 3.5 കോടി രൂപ എവിടുന്ന് കിട്ടി അത് അന്വേഷിക്കണ്ടേ? ഇഡി അന്വേഷിച്ചിട്ട് കുറ്റപത്രം കൊടുത്തു എന്ന് പറയരുത്. ഇഡി വെറുതെ BJP ഓഫീസിൽ ഇരുന്നിട്ട് ഒരു കുറ്റപത്രം എന്നുള്ള രീതിയിൽ എന്താക്കി? പണം ട്രാവൻകൂർ പാലസ് വക ആലപ്പുഴയിലെ സ്ഥലം വാങ്ങാൻ കോഴിക്കോട് സ്വദേശിയും BJP അനുഭാവിയുമായ ധർമ്മരാജൻ കൊടുത്തുവിട്ട പണമെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. എന്നാൽ കേരള പോലീസിന്റെ അതേ മാതൃകയിൽ നടന്നത് വഴിയോര കവർച്ചയാണെന്നും കവർച്ചയിലെ പ്രതികളെ മാത്രം കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. കേരള പോലീസ് മാതൃകയിൽ ധർമ്മരാജൻ പ്രതിയായതുമില്ല. പണത്തിന്റെ ഉറവിടം അന്വേഷിക്കേണ്ടത് ആദായനികുതി വകുപ്പെന്ന വിചിത്രവാദവും ഇഡി ഉന്നയിക്കുന്നു. BJPക്കു വേണ്ടി ഇഡി എന്ത് വൃത്തികേടും കാണിക്കുമെന്ന് MV ഗോവിന്ദൻ. ഇഡി രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്ന ഏജൻസിയാണെന്നും പാർട്ടി നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ കുറ്റവിമുക്തമാക്കുന്ന വിധമുള്ള ഇഡിയുടെ ഇടപെടൽ. ചോദ്യം ഇതാണ്: കൊടകര കെടുത്തിയോ? ഉണ്ണി ബാലകൃഷ്ണൻ, കലൂരിലെ PMLA കോടതിയിൽ ഇഡി കൊടുത്തിരിക്കുന്ന കുറ്റപത്രം വളരെ വിചിത്രമായൊരു കുറ്റപത്രമാണ്. ഞാൻ ആ കുറ്റപത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ചിരുന്നു. അപ്പോൾ അത് എവിടെ നിന്ന് ഈ പണം കൊണ്ടുവന്നു, ആരിലേക്ക് ഈ പണം കൊണ്ടുപോയി, ഈ 2 ചോദ്യങ്ങളും അതിലില്ല. പോലീസ് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം ഇഡിക്ക് കൊടുത്തതാണ്. അതിൽ പരാമർശിക്കുന്ന പ്രതികളെ ആരെയും തന്നെ വിശദമായി മൊഴിയെടുക്കാനോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനോ തീരുമാനിച്ചിട്ടില്ല. BJP എന്നൊരു പേര് പോലും ഇഡിയുടെ കുറ്റപത്രത്തിലില്ല. കൊടകര കെടുത്തിയോ? അല്ല, കൊടകര കെടുത്തി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയുന്നത് പോലെ അത്ഭുതകരമായൊരു കണ്ടെത്തലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നത്. നമ്മൾ ആദ്യം തന്നെ പ്രതീക്ഷിക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കാര്യത്തിൽ BJPക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കുമെന്ന് നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഈ റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതും. നോക്കൂ, ഇപ്പോൾ എന്താണ് ഇഡിയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്? ഇഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു റോബറി കേസ് മാത്രമാണ് എന്നാണ്, അല്ലേ? അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു കവർച്ചയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇഡി അത് കണ്ടെത്തിയിരിക്കുന്നത്? ഒന്നാമതായി ഇഡി പറയുന്നത് ധർമ്മരാജൻ ആലപ്പുഴയിലുള്ള ട്രാവൻകൂർ പാലസുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി, അത് ആ ഭൂമി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കൊടുത്തു വിട്ടു എന്നുള്ളതാണ്. ആരതാണ് ഈ ട്രാവൻകൂർ പാലസ്? ഈ ട്രാവൻകൂർ പാലസിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആരാണ്? BDJSൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹം NDAയുടെ സഖ്യകക്ഷിയാണ്. ഈ തുഷാർ വെള്ളാപ്പള്ളി എന്തായാലും കേരള പോലീസ് പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന BJPക്കെതിരായിട്ടൊരു നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കാനേ കഴിയില്ലല്ലോ. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് തുഷാർ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഡീലിനായി ധർമ്മരാജൻ ഈ പൈസയുമായി യാത്ര ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി അത് കണ്ടസ്റ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. അങ്ങനെ കണ്ടസ്റ്റ് ചെയ്താൽ BJP പ്രതിസന്ധിയിലായി. ധർമ്മരാജനും BJP ആയിട്ടുള്ള ബന്ധം ഇതുവരെ BJP നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് നടത്തിയിട്ടുള്ള ഒരു യാത്രയിൽ സംഭവിച്ചിട്ടുള്ളൊരു കവർച്ച മാത്രമാണിത് എന്ന് ഇഡി അത്ഭുതകരമായി കണ്ടെത്തുന്നു. ഈ കാര്യം
പൈസയുമായി ബന്ധപ്പെട്ട് തുഷാർ വെള്ളാപ്പള്ളിയോട് സംസാരിച്ചിട്ടുണ്ടോ? തുഷാർ വെള്ളാപ്പള്ളി ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ 3.5 കോടി രൂപ അത് ലീഗലി ക്ലെയിം ചെയ്തിരിക്കുകയാണ് ഇരിങ്ങാലക്കുട കോടതിയിൽ, അല്ലേ ധർമ്മരാജൻ? അപ്പം ആ 3.5 കോടി രൂപയുടെ സോഴ്സ് എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല. അതിനുള്ള മറുപടി എന്താ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അത് അന്വേഷിക്കേണ്ടത് ഞങ്ങളല്ല, ഇൻകം ടാക്സ് ആണെന്നാണ്. എന്നിട്ട് ചുരുക്കത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? എനിക്ക് ആ കുറ്റപത്രത്തിൽ നിന്ന് മനസ്സിലായത് ധർമ്മരാജൻ പോയി ഇഡിയോട് പറഞ്ഞിരിക്കുന്നു, ഞാനൊരു 3.5 കോടി രൂപ ഒരാളെ ഏൽപ്പിച്ചിട്ട് ആ പൈസയുമായി അയാൾ ചേർത്തലയിലേക്ക് യാത്ര ചെയ്തു, അവിടെ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കിടയിൽ ഒരു കവർച്ച സംഭവിച്ചു, ആ കവർച്ചയിൽ എനിക്ക് പൈസ നഷ്ടമായി. ഇത് ധർമ്മരാജൻ്റെ ഒരു മൊഴിയാണ്. അത് അതേപടി ഇഡി അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് 4 മാസം നീണ്ടുന്ന ഒരു അന്വേഷണം നടത്തിയല്ലോ. ആ 4 മാസം നീണ്ടുന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഈ ഇഡിയുടെ ഈ റിപ്പോർട്ടിലില്ലല്ലോ. എന്ന് മാത്രമല്ല, അതൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇനി അവസാനം നമ്മൾ കണ്ടത് എന്താണ്? തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലാണ്. തിരൂർ സതീഷുമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതൊന്നും തന്നെ അവരുടെ പരിധിയിൽ വരുന്നതല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ പരിധിയിൽ വരുന്ന ഒരു കേസിൽ അവർ നടത്തിയിരിക്കുന്ന ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് പൂർണ്ണമായും വളരെ നിഷ്കളങ്കമായി ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് ഈ 3.5 കോടി രൂപയൊന്നും ലിക്വിഡ് ക്യാഷ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ തന്നെ കഴിയില്ല. നിങ്ങൾക്ക് കയ്യിൽ വയ്ക്കാൻ കഴിയുന്ന കാശിന് തന്നെ ഒരു പരിധിയുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ഡീലിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഡീല് ലിക്വിഡ് ക്യാഷ് കൊടുത്തല്ല നടത്തുന്നത്. അതൊക്കെ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി കൃത്യമായി ഓൺ റെക്കോർഡ് രീതിയിലാണ് അത് നടത്തുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല, ഇതിനപ്പുറത്ത് എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് റിപ്പോർട്ട് കൊടുക്കാനുള്ളത്? അല്ലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവിടുത്തെ BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ പ്രചാരണത്തിനോ ഒക്കെ ആയിട്ട് കുറേ കള്ളപ്പണം ഇങ്ങോട്ട് കൊണ്ടുവന്നുവെന്നും ആ കള്ളപ്പണം കേരള പോലീസ് പിടിച്ചെടുത്തുവെന്നും അതെല്ലാം ശരിയാണ് എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് എത്ര നിസ്സംഗമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ 2021 8-ാം മാസത്തിലാണ്, അതായത് 4 മാസം കഴിഞ്ഞ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 4 മാസം കഴിയുമ്പോൾ ഈ കേസ് അന്വേഷണം നടത്തിയ കേരള പോലീസിൻ്റെ ACP ആയിട്ടുള്ള VK രാജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ IT-ക്കും ഇൻകം ടാക്സിനും ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തയച്ചതിന് ശേഷം ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, 4.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിനിടയ്ക്ക് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇത്തരം ഒരു മനോഹരമായ കണ്ടെത്തൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ കേസ് അങ്ങനെ അങ്ങ് പോകില്ല എന്ന് പറയുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് PMLA കോടതിയിലാണ്. എന്നാൽ കേരള പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടല്ലോ. കേരള പോലീസ് അന്വേഷണം നടത്തുകയും 4 മാസം 110 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുക, അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ട് തൃശ്ശൂർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. തൃശ്ശൂർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അങ്ങ് എടുത്ത് കളയാൻ കഴിയില്ലല്ലോ. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA കോടതിയിൽ ഇത് കുഴൽപ്പണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരള പോലീസിൻ്റെ ഈ അന്വേഷണം ഞങ്ങളത് എടുത്ത് കളയുന്നു എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ലല്ലോ. കോടതിയിൽ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ കറസ്പോണ്ടിങ് എവിഡൻസും ഒരു കുറ്റപത്രമായി അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ച കുറ്റപത്രം കോടതിക്ക് എടുക്കേണ്ടി വരും. കോടതിക്ക് എടുക്കേണ്ടി വരുമ്പോൾ കോടതിക്കെതിരെയൊക്കെ സമ്മൺ ചെയ്യേണ്ടി വരും. സമ്മൺ ചെയ്തതിന് ശേഷം വിചാരണ നടത്തേണ്ടി വരും. ഈ കേസ് അങ്ങനെ വെറുതെ പോയില്ല. PMLA കോടതിയിൽ കൊണ്ടുപോയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് അവസാനിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുള്ളത്, എന്തൊക്കെ ദുരൂഹതകളാണുള്ളത്? ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മലയാളികൾ എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത് ധർമ്മരാജൻ ഒരു പ്രോപ്പർട്ടി ഡീൽ നടത്താൻ വേണ്ടിയിട്ട് 3.5 കോടി രൂപയുമായി പോയപ്പോൾ ഒരു റോബറി നടക്കുകയും അങ്ങനെ കുറച്ച് പേര് പൈസ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ഇതിനകത്ത് കള്ളപ്പണവും ഇല്ല, കള്ളപ്പണം വെളുപ്പിക്കലും ഇല്ല എന്നൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷേ കേരള പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? അതൊരു ഭയങ്കരമായ ക്രൈം ത്രില്ലർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് എഴുതി വെച്ചിരിക്കുന്ന നറേറ്റീവ് എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? കേരളത്തിൽ എന്താ പറയുക, കേരളത്തിലെ മൊത്തം മലയാളികളെയും പറ്റിക്കുന്ന രീതിയിലൊരു റിപ്പോർട്ടാണ് കേരള പോലീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്ന് മാത്രമല്ലല്ലോ, രാജ്യം ഭരിക്കുന്നൊരു പാർട്ടി BJP, ആ BJP എന്ന് പറയുന്ന പാർട്ടിയെ കളങ്കം ചാർത്തുന്നൊരു റിപ്പോർട്ടല്ലേ കേരള പോലീസ് കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ചെറിയൊരു കേസാണോ അത്? നോക്കൂ, ഇവിടെ കേരള പോലീസ് അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞിരിക്കുന്നത് എന്താ? 25 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതെന്നല്ലേ പരാതി കൊടുത്തിരിക്കുന്നത്. 3-ാമത്തെ ദിവസമാണല്ലോ പരാതി കൊടുത്തത്. 3 ദിവസം കഴിഞ്ഞിട്ട് 25 ലക്ഷമാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ മേളിൽ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് പോലീസ് ഒരു വലിയ റാക്കറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുന്നത്. എത്രയാണ്? 1,50,00,000 രൂപ, 58 ലക്ഷം രൂപയുടെ റിക്കവറി പോലീസ് നടത്തുന്നു. ഈ പറയുന്ന ആളുകളെ പിടിച്ചിട്ട് 1.58 കോടിയുടെ റിക്കവറി നടത്തുന്നു. അതുകൂടാതെ ഗോൾഡ് പിടിക്കുന്നു, മൊബൈൽ ഫോൺ പിടിക്കുന്നു, വാച്ച് പിടിക്കുന്നു, അതുപോലെ തന്നെ ബാങ്കിൽ ഇട്ടിട്ടുള്ള 57 ലക്ഷം രൂപയും കണ്ട് അതിൻ്റെ റെക്കോർഡ്സ് പിടിക്കുന്നു. അത്തരത്തിലൊരു 3.5 കോടി രൂപയുടെ ഒരു ഇടപാടാണ് നടന്നിരിക്കുന്നത് എന്ന് കേരള പോലീസ് കണ്ടെത്തുമ്പോഴാണ് ധർമ്മരാജൻ അത് ക്ലെയിം ചെയ്യുന്നത്. അത് തന്നെ എപ്പോഴാണ് ക്ലെയിം ചെയ്യുന്നത്? അതിനുശേഷം ധർമ്മരാജൻ എന്താ കേരള പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്? ധർമ്മരാജൻ പറഞ്ഞിരിക്കുന്നത് 41 കോടി 40 ലക്ഷം രൂപ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്.
2021 തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊണ്ടുവന്നത്. അത് കർണാടകയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അത് തന്നിരിക്കുന്ന അവിടുത്തെ ഒരു MLC ആണ്. ആ പൈസയുമായിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സേലത്ത് വെച്ച് 4.40 കോടി അല്ലേ 4,40,00,000 രൂപ വേറെ രീതിയിൽ റോബറി ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതുമായിട്ട് വന്നിട്ട് ഇവിടെ ഓരോ സ്ഥലത്തും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ആളുകളുടെ പേരുകളുണ്ട്. അത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ അന്നത്തെ അധ്യക്ഷനും അതേപോലെ തന്നെ M ഗണേഷ് എന്ന് പറയുന്ന സെക്രട്ടറിയും അറിഞ്ഞുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞിരിക്കുകയാണ് ആരുടെ പോലീസിൻ്റെ റിപ്പോർട്ടിനകത്ത്. മൊഴിയായിട്ട് തന്നെ ധർമ്മരാജൻ പറഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പോലീസ് ഒരു പരിശോധന നടത്തിയല്ലോ. ആ പോലീസ് പരിശോധന നടത്തിയപ്പോൾ എന്താ കണ്ടത്? CDR അടക്കമായിട്ടോ കോൾ റെക്കോർഡ്സ് അടക്കമാണ് ഈ പറയുന്ന പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4:50 ഈ സംഭവം നടക്കുന്നു. 5:30-ക്കുള്ളിൽ 10-20 BJP നേതാക്കളെ വിളിച്ചിട്ടുണ്ട്. തുടർച്ചയായ കോൾസാണ് ആ പോയിരിക്കുന്നത്. എന്ന് മാത്രമല്ല കെ സുരേന്ദ്രനെ വിളിച്ചിട്ടുണ്ട്, കെ സുരേന്ദ്രൻ്റെ മകനെയും വിളിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ എന്തിനാണ് പോലീസ് വിളിപ്പിച്ചത്? പോലീസ് വിളിപ്പിച്ച ഈ CDRൻ്റെ അടിസ്ഥാനത്തിലാണെന്നേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകളെയും വിളിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ എന്താ പറഞ്ഞത്? സാക്ഷികളായിട്ടാണ് വിളിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സാക്ഷികൾ നാളെ പ്രതികളാകാനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്നാണ് അദ്ദേഹം നിയമസഭയിൽ ഓൺ റെക്കോർഡായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ആളുകളെ വിളിച്ച് പരിശോധിക്കുകയും വളരെ വിശദമായൊരു റിപ്പോർട്ട് ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്തല്ലോ. എവിടെയൊക്കെ പണം കൊടുത്തു? കാസർഗോഡ് കൊടുത്തു, കണ്ണൂർ കൊടുത്തു, കോഴിക്കോട് കൊടുത്തു, ആലപ്പുഴ കൊടുത്തു, തിരുവനന്തപുരം കൊടുത്തു. എവിടെ കൊടുക്കാതിരുന്നു മാത്രം ചോദിച്ചാൽ മതി. എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിൽ കൃത്യമായി എത്ര രൂപ കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, ആരുടെ കയ്യിൽ കൊടുത്തു എന്നുള്ളതിൻ്റെ വിശദമായ റിപ്പോർട്ടാണ് SITയുടെ റിപ്പോർട്ടായിട്ട് ഇപ്പോൾ തൃശ്ശൂർ കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കപ്പെടണ്ടേ? ഈ പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് PMLA കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് കള്ളപ്പണമല്ല എന്നൊരു റിപ്പോർട്ട് കൊടുത്താൽ അവസാനിക്കുന്നതാണോ കൊടകരയിലെ പ്രശ്നം? ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല എങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നയിച്ചത് VK രാജുവാണ്. ഇദ്ദേഹമാണ് എല്ലാവർക്കും കത്തെഴുതിയിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കും കത്തെഴുതിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതിയിട്ടുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കത്തെഴുതിയിട്ടുണ്ട്, ഇൻകം ടാക്സിന് കത്തെഴുതിയിട്ടുണ്ട്. ഈ 3 വകുപ്പുകൾക്കും കത്തെഴുതുകയും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കോടതി കേസെടുക്കണം VK രാജുവിനെതിരെയും കേരള പോലീസിനെതിരെയും കേസെടുക്കണ്ടേ? കാരണം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെ ഇത്തരത്തിൽ മോശമാക്കുന്നു. മോശമാക്കുക മാത്രമല്ല കളങ്കിതരാക്കുന്നു, പൊതുജന മധ്യത്തിൽ കളങ്കിതരാക്കുന്നു. ആ അർത്ഥത്തിൽ തെറ്റായൊരു കഥയുണ്ടാക്കി കഥ മെനഞ്ഞ് അവരെ മുഴുവൻ കളങ്കിതരാക്കുന്ന കേരള പോലീസിനോട് കോടതി വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഈ VK രാജുവിനെയും അതുപോലെ തന്നെ കേരള പോലീസിനെതിരെയും കോടതി സ്വമേധയാ കേസെടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല PMLA കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് PMLA കോടതിയിലിരിക്കും. എന്നാൽ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് തൃശ്ശൂർ കോടതിയിലാണുള്ളത്, സെഷൻസ് കോടതിയിലാണുള്ളത്. ആ കോടതിക്ക് മുമ്പിൽ വരുമ്പോൾ ആ കോടതിക്ക് ഈ പറയുന്ന ആളുകളെ മുഴുവൻ സമ്മൺ ചെയ്യേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് കറസ്പോണ്ടിങ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ തെളിവുകളും കോടതിയിൽ പോലീസിന് ഹാജരാക്കേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിചാരണകൾ നടക്കും. അതിനുശേഷം നമുക്ക് കാണാമെന്നേ, അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ PMLA കോടതിയിൽ കൊടുത്തിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിൽ ഞാൻ അത്ഭുതമൊന്നും കാണുന്നില്ല. ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കത്തില്ല. കൊടകരയോടനെ ഒന്നും കെടാനും പോകുന്നില്ല. ഈ കാര്യത്തിൽ വിചാരണയും മുന്നോട്ടുള്ള നിയമ നടപടികളും ഒക്കെ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കൊടകര കെടുത്തിയോ എന്നാണ് ചോദ്യം. സ്മൃതി, കൊടകര ED കെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ PMLA കോടതി വേണമെങ്കിൽ രണ്ടാമത് കത്തിക്കേണ്ടി വരും. അങ്ങനെ കത്തിക്കുന്നതിനൊപ്പം ഇപ്പോൾ CPM 29-ാം തീയതി എന്തോ പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അതൊരൊറ്റ ദിവസത്തെ പ്രതിഷേധ പരിപാടി അല്ലാതെ അതിനപ്പുറം നിയമസാധ്യത തേടിക്കൊണ്ട് മറ്റു നടപടികളിലേക്ക് കടക്കുമോ എന്നറിയില്ല. അതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്നും അറിയില്ല. കാരണം ഇതിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ED ആണല്ലോ. അപ്പോൾ ED എന്താണ് പ്രവർത്തിച്ചത്, നേരത്തെ എങ്ങനെയാണ് പോലീസ് ഇതിൽ കാര്യങ്ങൾ അന്വേഷിച്ചതെന്ന് നോക്കുമ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപ്, പരാതി വരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്. 25 ലക്ഷം എന്ന് ആദ്യം പറയുന്നു. പക്ഷേ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് 3.5 കോടിയാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നു. അതിൽ തന്നെ പോലീസ് പലയിടത്തായി അന്വേഷണം നടത്തുമ്പോൾ 1.5 കോടിയോളം കണ്ടെത്തുന്നുണ്ട്. 25 ലക്ഷം എന്ന് പറയുന്നിടത്താണ് 1.5 കോടി കണ്ടെത്തുന്നത്. ബാക്കി പൈസ എവിടെയെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതാണല്ലോ നമ്മുടെ ആ കേസുമായി ബന്ധപ്പെട്ട് അറിയാനാകുന്നത്. ഇപ്പോൾ ഈ പോലീസിൻ്റെ റിപ്പോർട്ട് നോക്കൂ. പോലീസ് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ 3.5 കോടി കടത്തിക്കൊണ്ടുവന്നത് അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ, സംഘടനാ സെക്രട്ടറി ഗണേശൻ, ഓഫീസ് സെക്രട്ടറി G ഗിരീശൻ എന്നിവരുടെ അറിവോടെയാണെന്ന് വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. ധർമ്മരാജൻ BJPയുടെ ഹവാല ഇടപാടുകാരൻ എന്നാണ് പറയുന്നത്. BJP പറയുന്നു BJPയുടെ സഹയാത്രികനാണെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൊണ്ടുവരുന്ന ആളാണെന്ന് പറയും. ഈ സാമഗ്രി എന്തുമാകാമല്ലോ. ആ സാമഗ്രിയാണ് പിന്നീട് തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തലായി 6 ചാക്ക് എന്നുള്ള കാര്യം, ആ സാമഗ്രിയെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത്. അപ്പോൾ അത് പണം നഷ്ടപ്പെട്ടയുടൻ ഈ ധർമ്മരാജൻ വിളിച്ചത് സുരേന്ദ്രനെയും M ഗണേശനെയുമാണ്. ഇതാണ് പോലീസിൻ്റെ കുറ്റപത്രത്തിലുള്ളത്. മാത്രമല്ല തൃശ്ശൂരിൽ വെച്ച് എത്രത്തോളം പൈസ കൈമാറി, ബാക്കി 3.5 കോടിയിലേറെ രൂപ ആലപ്പുഴയിലേക്ക് പോകുന്നത് വഴിയാണ് കവർച്ച എന്ന് പറയുന്നു. സാക്ഷിപ്പട്ടികയിൽ K സുരേന്ദ്രൻ ഉൾപ്പെടെ 19 BJP നേതാക്കളുണ്ടെന്ന് പറയുന്നു. പോലീസ് സുരേന്ദ്രനെ അടക്കം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്, മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം
കൊടകരയ്ക്ക് മുൻപ് 2021 മാർച്ച് 6 സേലത്ത് നടന്ന കൊള്ളയെക്കുറിച്ചും ഈ കുറ്റപത്രത്തിൽ വിശദമായി പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് ഇതിപ്പോൾ ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പോലീസിന് അത് അന്വേഷിക്കാനാകില്ല എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് സംസ്ഥാന പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ ആർക്കൊക്കെയാണ് ED-ക്കും കത്തയക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായി ഉറവിടം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ED-ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉറവിടം അന്വേഷിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ED പറയുന്നത്. ED ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹൈവേ കൊള്ള അന്വേഷിക്കാനാണോ ഇവിടെ ED വന്നതെന്നുള്ളതാണ്. കോടതി ഈ കേസ് ED ഏറ്റെടുക്കുന്നില്ലേ എന്ന് പലതവണ ചോദിച്ച ശേഷമാണ് ED ഈ അന്വേഷണത്തിലേക്ക് വരുന്നത്. അതിനുശേഷം അന്വേഷണ സ്ഥിതി എന്തായി എന്ന് പലതവണ ചോദിച്ച ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ കുറ്റപത്രം നൽകുന്നത്. ഈ കുറ്റപത്രം നൽകുന്ന ദിവസം എന്ന് പറയുന്നത് അതിന് തൊട്ട് തലേ ദിവസം BJPക്ക് പുതിയൊരു സംസ്ഥാന അധ്യക്ഷനുണ്ടാകുന്നു. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഈ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് മുന്നിൽ തെളിവുകളൊന്നുമില്ല. പക്ഷേ അങ്ങനെ സംശയിക്കാവുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ഇനി എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് നിശ്ചയിച്ച തുകയിലപ്പുറം ചെലവഴിക്കാറുണ്ട് എന്നുള്ള ഒരു പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർക്ക് പറഞ്ഞിരിക്കുന്ന നിശ്ചിത തുകയ്ക്കപ്പുറമൊക്കെ ചെലവഴിക്കാറുണ്ട്. പക്ഷേ ഇരട്ടിയിലധികവും ഒക്കെ എന്ന രൂപത്തിൽ BJPക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഇലക്ട്രൽ ബോണ്ടൊക്കെ എങ്ങനെയാണ് BJP ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് പിന്നീട് വിവരങ്ങൾ പുറത്തു വന്നാണല്ലോ. ഇലക്ട്രൽ ബോണ്ടിൻ്റെ സംവിധാനം ഈ പണം നൽകുന്നവർക്ക് എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങൾ പിന്നീട് ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അതാണ് BJP ചെയ്യുന്ന ഒരു കാര്യം. ഇതിലിപ്പോൾ ഈ 41 കോടി 40 കോടിയിൽ അധികം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പോലീസിന് 41 കോടി 40 ലക്ഷം. അതെ, അതാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. പക്ഷേ BJP നേതാക്കൾ തന്നെ അടക്കം പറയുന്നത് 100 കോടിയിലേറെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചത് ഈ കിട്ടുന്ന തുക യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഈ തുക ഇങ്ങോട്ട് നൽകുന്നത് ഇലക്ഷൻ നടത്തിപ്പിന് വേണ്ടി വിവിധ ജില്ലകളിൽ കൊടുക്കാനാണല്ലോ, വിവിധ മണ്ഡലങ്ങളിലേക്ക് കൊടുക്കാനാണല്ലോ ഈ തുക കൊടുക്കുന്നത്. നന്നായി ചെലവഴിക്കട്ടെ, നന്നായി പ്രചാരണം നടക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നു. അപ്പോൾ 2021 നമുക്കറിയാം BJPക്ക് തന്നെ പ്രതീക്ഷ 1-2 മണ്ഡലങ്ങളിലാണ് ഇത്രയും പൈസ വരുന്നു. പങ്കിട്ടെടുക്കലാണ്. ഈ പങ്കിട്ടെടുക്കലിൽ നന്നായി കിട്ടാത്ത ആരോ കൊതുക്കെറിവുള്ള ആരോ കൊടുത്തി ചോർത്തിയതാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. ഈ കൊള്ള നടക്കാനുള്ള കാരണം തന്നെ അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ കേരളം പോലുള്ളൊരു സ്ഥലത്തേക്ക് തന്നെ 100 കോടി എത്തിയിട്ടുണ്ട് എങ്കിൽ 100 കോടി എന്ന് ഇവർ അടക്കം പറയുന്നതാണ്, പുറത്തേക്ക് പറയുന്നതല്ല. എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്രത്തോളം ചെലവഴിച്ചിട്ടുണ്ടാകുമെന്ന് ആലോചിക്കാവുന്നതാണ്. ഈ തിരഞ്ഞെടുപ്പിൽ പണം ഒഴുക്കിക്കൊണ്ട് ജയിക്കാനാവും എന്നുള്ളത് പലതവണ പല സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല നേതാക്കൾ നിലപാട് മാറ്റുന്നതും പാർട്ടി മാറുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും 35 സീറ്റ് കിട്ടിയാൽ ഇവിടെ ഭരിക്കുമെന്ന് പറഞ്ഞ നേതാവിനെതിരെയാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇതിപ്പോൾ PMLA കോടതി എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇങ്ങനെയൊരു ഹൈവേ കൊള്ള അന്വേഷിച്ച റിപ്പോർട്ട് നൽകുമ്പോൾ ഇവിടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ഈ BJP ഓഫീസ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി തന്നെയാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. അയാളാകട്ടെ കോടതിയിൽ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്, പുറത്ത് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വിളിപ്പിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. BJPയിലേക്ക് അന്വേഷണമേ പോയിട്ടില്ല, പോലീസിൻ്റെ റിപ്പോർട്ടേ പരിശോധിച്ചിട്ടില്ല. അങ്ങനെ ഒരു അന്വേഷണം എങ്ങനെയാണ് ED നടത്തുക എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഉറവിടം അന്വേഷിക്കേണ്ടത് ഇൻകം ടാക്സ് ആണ് എന്ന് പറയുന്നു. ഇത്തരം സാങ്കേതികമായ കാര്യങ്ങൾ കോടതി എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഏതായാലും ED ഇപ്പോൾ ഇവിടെ വന്ന് BJP നേതാക്കളെ കുടുക്കുന്ന രീതിയിൽ ഒരു അന്വേഷണം നടത്തുമെന്നുള്ളത് ഇവിടെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. കാരണം EDയുടെ അന്വേഷണം ഇതുവരെ എങ്ങനെയായിരുന്നുവെന്നും ഈ 11 വർഷത്തിനിടയിൽ നടന്ന അന്വേഷണത്തിൽ കൺവിഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.5% മാത്രമാണെന്ന് നമ്മുടെ മുന്നിൽ കണക്കുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിലൊരു BJP നേതാക്കളിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങൾ പൊതുസമൂഹം ചോദിക്കും, ഈ കേരളം ചോദിക്കും എന്നുള്ളിടത്താണ് ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ CPM-നായാലും കോൺഗ്രസിനായാലും പ്രതികരിക്കും. കോൺഗ്രസ് ഇപ്പോൾ പക്ഷേ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒത്തുതീർപ്പാണ്. CPM കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഒരു ഒത്തുതീർപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞു. പക്ഷേ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ അറിയാനാകുന്നത് രാധാകൃഷ്ണനെ വിളിപ്പിച്ചിരിക്കുന്നു, 7-ാം തീയതി വരെ സമയം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയെന്ന് അറിയില്ല. പക്ഷേ ഈ അന്വേഷണങ്ങളൊക്കെ ചില സമയത്തൊന്ന് മുടന്തും പിന്നെ ഒന്ന് നീങ്ങും എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇത് ഒത്തുതീർപ്പാണ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല. പക്ഷേ കൊടകരയുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു വീഴ്ചയുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ റിപ്പോർട്ടിൽ കൃത്യമായി നേതാക്കളുടെ പേരുകളടക്കം പറഞ്ഞ ശേഷം അവിടേക്കൊന്നും പോകാതെയുള്ളൊരു റിപ്പോർട്ട് ED നൽകുന്നു. EDയുടെ ഇതുവരെയുള്ള ചരിത്രവും അതാണ്. അതിലപ്പുറം നീങ്ങാൻ വഴിയില്ല. ഇനി കോടതി വടിയെടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനപ്പുറത്ത് പോലീസ് എടുത്ത കേസിൽ വിചാരണ നടക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഈ പറയുന്ന സ്വകാര്യ അന്യായത്തിന്മേൽ കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഈ കൊടകര കെടുത്തു എന്ന ചോദ്യത്തിന് കൊടകര കെടുത്താനുള്ളൊരു ശ്രമമുണ്ടായി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കൊടകരയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു ഹൈവേ റോബറി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൊടകരയിൽ നടന്നിരിക്കുന്നത് ഒരു കള്ളപ്പണ ഇടപാടാണെന്നും ആ കള്ളപ്പണ ഇടപാടിലെ നോട്ടുപൊട്ടിക്കലാണ് യഥാർത്ഥത്തിൽ കൊടകരയിൽ നടന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എനിക്കിതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് ED ഇങ്ങനെ
എന്നുള്ളത് ഇ ഡി ഇങ്ങനെയല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നമ്മുടെ മുന്നിൽ ചില കണക്കുകളുണ്ടല്ലോ. 2014 മുതൽ 2022 വരെ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 121 കേസുകളിൽ 115 കേസുകളും എടുത്തിരിക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രതിപക്ഷത്തുള്ള നേതാക്കളാണ് എന്നുള്ളതാണ്. 95%. ഇനി ബി ജെ പി നേതാക്കളോ ബി ജെ പി കൺവിക്ഷൻ റേറ്റ് കുറവാണെന്ന് സ്മൃതി പറയുമ്പോൾ അത് പോസിറ്റീവാ. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രതിപക്ഷമാണ്. ഇനി മാത്രമല്ല, ഈ എടുത്തിരിക്കുന്ന 115 കേസുകൾ കഴിഞ്ഞ ബാക്കിയുള്ളത് 6 കേസേ ഉള്ളൂ. അതായത് ബി ജെ പിയുടേതോ ഘടകകക്ഷികളുടേതോ ഉൾപ്പെട്ടിരിക്കുന്ന ഇ ഡി കേസുകളേ ഉള്ളൂ. ഒരെണ്ണത്തിൽ പോലും കുറ്റപത്രം കൊടുത്തിട്ടില്ല. ഒരു ബി ജെ പി നേതാവ് പോലും കഴിഞ്ഞ 8 വർഷമായി 2014 മുതലുള്ള കണക്കെടുത്താൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു നേതാവ് പോലും കോടതിയുടെ ചോദ്യമുനയിൽ വന്നിട്ടില്ല. എല്ലാം ഇ ഡി ഇതേപോലെയുള്ള ചാർജ് ഷീറ്റുകൾ കൊടുത്ത് രക്ഷിച്ചതിൻ്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിഷ്കളങ്കരെ, നിങ്ങൾ ആരെങ്കിലും കരുതിയോ ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു ചാർജ് ഷീറ്റ് ഇ ഡിയുടെ ഭാഗത്തു നിന്ന് വരുന്നു? ഞാൻ എന്തായാലും കരുതിയിട്ടില്ല. യു പി എ സർക്കാരിൻ്റെ കാലത്ത് മറ്റൊരു ഉദാഹരണമുണ്ട്. യു പി എ സർക്കാരിൻ്റെ കാലത്ത് 26 കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 14 എണ്ണം മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികളിലോ പ്രതിപക്ഷ കക്ഷികളിലോ പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് വരുന്നത്. അതായത് 54%, ബാക്കി 44% സ്വന്തം മുന്നണിയിലെ നേതാക്കൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. 2500% നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇ ഡിയുടെ കേസിൻ്റെ എണ്ണം പെരുകിയത്. ആ കേസിലാണ് 95% പ്രതിപക്ഷത്തുള്ള പാർട്ടികളെ വേട്ടയാടാൻ വേണ്ടി ഇ ഡി എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നതിൻ്റെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇ ഡി ഇപ്പോൾ ഒരു കോമഡിയായിട്ട് മാറുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇ ഡി ഈ PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരസ്പര വൈരുദ്ധ്യമുള്ള കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു PMLA ആക്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസി ഇത്രമാത്രം നിരുത്തരവാദപരമായ ഒരു കേസ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കൊടകര കേസിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കരുവന്നൂരിൽ 2ാമത് ഇ ഡി ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണനെയാണ്. കെ രാധാകൃഷ്ണനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അന്ന് ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ താങ്കളിൽ നിന്ന് ശേഖരിക്കാൻ വേണ്ടി വിളിക്കുന്നു. എന്നാൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായത്, ഈ കേസിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലെ 7ാമത്തെ സാക്ഷിയായ കെ സുരേന്ദ്രനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ? ഇതേപോലെ നോട്ടീസ് കൊടുത്ത് മൊഴി കൊടുത്ത് വിളിപ്പിച്ചിട്ടുണ്ടോ? ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നില്ലേ? ഇതേ ധർമ്മരാജൻ്റെ ഫോണിൽ നിന്ന് ഈ കെ സുരേന്ദ്രൻ്റെയും മകൻ ഹരികൃഷ്ണൻ്റെയും ഫോണിലേക്ക് 11 തവണ ഈ കവർച്ച നടക്കുന്ന ദിവസവും അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവുമായിട്ട് വിളിച്ചിട്ടില്ലേ? ഈ കെ സുരേന്ദ്രന് നോട്ടീസ് കൊടുക്കാതിരിക്കുകയും കെ രാധാകൃഷ്ണന് നോട്ടീസ് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ 2ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോമഡി എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതിനു മുമ്പ് കേരള പോലീസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് നേരത്തെ സ്മൃതി പറഞ്ഞു. ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. കേരള പോലീസ് ഒരു വീഴ്ചയും ഈ അന്വേഷണത്തിൽ വരുത്തിയിട്ടില്ല. കേരള പോലീസിന് കഴിയുന്നതിൻ്റെ പരമാവധി ഈ കേസിൽ അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി ആ തെളിവുകളുടെ പല സൂചനകളുമായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റിന്, ഇലക്ഷൻ കമ്മീഷന്, ഒപ്പം ഇൻകം ടാക്സിന് ഒരു റിപ്പോർട്ട് തന്നെ ACP രാജു കൊടുത്തിരിക്കുന്നത്. ഇതിൽ കേസ് എന്നാണ് ഈ കവർച്ച നടക്കുന്നത്? 2021 ഏപ്രിൽ മാസം 3-ാം തീയതി. പരാതി വരുന്നത് 4 ദിവസത്തിനു ശേഷം. വളരെ പെട്ടെന്ന് FIR ഇടുന്നു. 0146/2021 എന്ന കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നു. ആ അന്വേഷണം തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് 2/8/2021 ഓഗസ്റ്റ് മാസം 2-ാം തീയതി തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കുറ്റപത്രത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടാവും. 110 ദിവസം കൊണ്ടാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് കേരള പോലീസ്. ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് എത്ര നാൾ കൊണ്ടാണ്? 4 വർഷം, 3-3.25 വർഷം എടുത്തതിന് ശേഷമാണ് ഇ ഡി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതും കോടതി പലതവണ പറഞ്ഞതിന് ശേഷം, പലതവണ കോടതിയിൽ റിട്ടുമായിട്ട് ഹർജിക്കാർ പോയതിനു ശേഷമാണ് എന്നുള്ളതാണ്. 110 ദിവസം കൊണ്ട് കേരള പോലീസ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തൊരു കേസ് ഇ ഡി 3.25 വർഷം കൊണ്ട് ഈ പണം എവിടെ നിന്ന് വന്നു, പണം ആർക്കുപോയി, ഈ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ തട്ടിക്കൂട്ടി ഒരു കോമഡി പീസായ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇനി ആ 10 ചോദ്യങ്ങളിലേക്ക് വന്നാൽ, ചോദ്യങ്ങൾ ഇവയാണ്. നമ്പർ 1, ഇപ്പോൾ ഇ ഡി പറഞ്ഞിരിക്കുന്ന ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ധർമ്മരാജൻ 3,56,00,000 രൂപ കൊണ്ടുവന്നത് ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസിൻ്റെ പ്രോപ്പർട്ടി വാങ്ങാനാണ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രാവൻകൂർ പാലസിലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ മൊഴി എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരിടത്തും തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇ ഡി എങ്ങനെ, ആര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ചാർജ് ഷീറ്റിൽ പറഞ്ഞത് പ്രകാരം രേഖപ്പെടുത്തി? അതും പ്രതിയെന്ന് സംശയിക്കുന്ന, കേരള പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന, നിലവിൽ സാക്ഷി
പട്ടികയിലുള്ള രണ്ടാം സാക്ഷിയായ ധർമ്മരാജൻ ആദ്യം 25 ലക്ഷം രൂപ കൊണ്ടുവന്നു എന്ന് കള്ളം പറയുകയും പിന്നീട് 3,86,00,000 രൂപയായി മാറ്റുകയും പലതവണ പല ഉറവിടങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്ത BJPയുടെ ഇലക്ഷൻ സാമഗ്രികളായിട്ടുള്ള പോസ്റ്ററുകളും നോട്ടീസുകളും കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാവം ധർമ്മരാജൻ പറഞ്ഞതനുസരിച്ച് ED വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ പണം കൊണ്ടുവന്നത് തുഷാർ വെള്ളാപ്പള്ളിക്ക് കൊടുക്കാനാണെങ്കിൽ, ട്രാവൻകൂർ പാലസിലേക്ക് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സെയിൽ എഗ്രിമെന്റോ സെയിൽ ഡീഡോ ഈ പറയുന്ന ED പരിശോധിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. തുഷാർ വെള്ളാപ്പള്ളിയുടെ മൊഴി എടുത്തിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. നമ്പർ 2, 19 BJP നേതാക്കൾ പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ സാക്ഷികളായിട്ടില്ലേ? ഇതിലേതെങ്കിലും ഒരു BJP നേതാവിനെ ഈ സാക്ഷിയായിട്ട് ഉൾപ്പെടുത്താൻ EDക്ക് സാധിച്ചിട്ടുണ്ടോ? 19 പേരുണ്ട്. BJPയിലേക്ക് പോയിട്ടേ ഇല്ല. അവിടെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി 25 ഇടങ്ങളിലാണ്, 25 തവണയായിട്ടാണ് ഈ 41,40,00,000 രൂപ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പല പല വാഹനങ്ങളിൽ കൊണ്ടുവന്ന് കൈമാറിയിരിക്കുന്നതായി വാഹനത്തിൻ്റെ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ അടക്കം ഈ ACP രാജു എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പോലീസിന്റെ കുറ്റപത്രത്തിലുള്ള തന്നെ ഈ 19 BJP നേതാക്കളിൽ ഒരാളെയെങ്കിലും സാക്ഷിയാക്കിയിട്ടുണ്ടോ നിലവിൽ ED? മറ്റൊന്ന്, ഈ സേലത്ത് നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 6/3/2021 സേലത്തിനടുത്ത് കൊങ്ങനപുരത്ത് 4,40,00,000 രൂപ കവർ ചെയ്യപ്പെട്ടൊരു കേസുണ്ടായിട്ടുണ്ട്. ആ കേസിൽ ഒരു FIR ഇട്ടിരുന്നു തമിഴ്നാട് പോലീസ്. ഈ കേസ് അന്വേഷിച്ച ED തമിഴ്നാട്ടിൽ സേലം പോലീസ് ഇട്ട കൊങ്ങനപുരത്തെ 6/3/2021 കവർച്ചയിലെ 4,40,00,000 സോഴ്സ് അന്വേഷിച്ചിട്ടുണ്ടോ? ആ FIR-ഉം ഈ FIR-ഉം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ED ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഈ 41,40,00,000 രൂപ വീതിച്ചു നൽകിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകളിൽ ഞാൻ 2-3 രജിസ്ട്രേഷൻ നമ്പർ പറയാം. ഒന്നൊരു ഇന്നോവ കാറിൻ്റെതാണ്, KL 25D 5182 എന്നൊരു നമ്പർ. അതേപോലെ മറ്റൊരു പാഴ്സൽ ലോറിയുടേതാണ്, KL 11BJ 8435 ലോറിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 3-3 തവണ ഈ പാഴ്സൽ ലോറിയും ഈ വാഹനവും ഉപയോഗിച്ച് തന്നെ പണം കടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ വാഹനത്തിൽ പണം കടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് GPS ട്രാക്കർ ഉപയോഗിച്ചുകൊണ്ടോ അതല്ലാതെ ഈ വാഹനത്തിന് ഉടമകളെയോ വിളിപ്പിച്ചോ ED ചോദ്യം ചെയ്തിട്ടുണ്ടോ? നിലവിലില്ല. ഈ വാഹനം ആ സമയത്തുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ പണം വിതരണം ചെയ്തിരിക്കുന്ന ഏജൻസികളാണ്, വാഹനങ്ങളാണ്. ആ വാഹനങ്ങളുടെ ഉടമകളെ ഈ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് കൊടുത്തത് 6 ചാക്കുകളിലായിട്ട് പണം തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് ഈ തിരൂർ സതീശല്ലേ? തിരൂർ സതീശനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? തിരൂർ സതീശ് ആ സമയത്ത് BJPയുടെ തൃശ്ശൂർ ജില്ലാ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്നില്ലേ? 6 ചാക്ക് കെട്ടുകളിലായി പണം കൊണ്ടുവന്നു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ തിരൂർ സതീശനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിട്ടില്ല. വൈ? ക്വസ്റ്റ്യൻ നമ്പർ 6, ധർമ്മരാജനും K സുരേന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടെന്ന് K സുരേന്ദ്രൻ തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ സമ്മതിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ K സുരേന്ദ്രനും ധർമ്മരാജനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ED അന്വേഷിച്ചിരുന്നോ? ഇതിൽ ഇങ്ങനെ ഫോൺ കോളുകൾ, കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 7, ഈ കവർച്ചാ ദിനത്തിലും തലേന്നും പിറ്റേന്നുമായിട്ട് K സുരേന്ദ്രൻ്റെയും മകൻ ഹരികൃഷ്ണൻ്റെയും ഫോണിലേക്ക് വന്ന 11 ഫോൺ കോളുകൾ, ആ ഫോൺ കോളുകളുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ഈ K സുരേന്ദ്രൻ്റെ മകൻ ഹരികൃഷ്ണനെ ഈ പറയുന്ന ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ? ഈ കവർച്ച നടന്ന് ആദ്യം വിളിച്ചിരിക്കുന്നത് K സുരേന്ദ്രൻ്റെ ഫോൺ നമ്പറിലേക്കാണെന്നേ, ആ മകൻ്റെ ഫോൺ നമ്പറിലേക്കാണ് എന്നതാണ് കോൾ ഡീറ്റെയിൽസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CDR പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. ക്വസ്റ്റ്യൻ നമ്പർ 8, VK രാജു ACPയുടെ റിപ്പോർട്ടിൽ പണത്തിൻ്റെ ഉറവിടം പറയുന്നത് ഒരു സുനിൽ നായിക്കിനെ കുറിച്ചാണ്, കർണാടകയിലെ MLC കൂടിയായ സുനിൽ നായിക്. ആ സുനിൽ നായിക്കിനെ ED ചോദ്യം ചെയ്തിട്ടുണ്ടോ? സുനിൽ നായിക്കിനെ കേരള പോലീസ് ചോദ്യം ചെയ്തല്ലോ. ആ സമയത്ത് സുനിൽ നായിക്ക് അത് നിഷേധിച്ചിട്ടുണ്ടല്ലോ. സുനിൽ നായിക്കാണ് ഈ പണം കൊടുത്തുവിട്ടത് എന്ന മൊഴിയുണ്ടല്ലോ. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുനിൽ നായിക്കിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 9, ഇവിടെ ധർമ്മരാജൻ നിലവിൽ എന്തുകൊണ്ട് പ്രതിയായിട്ടില്ല എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതല്ലേ, ധർമ്മരാജൻ ഇപ്പോഴും ഈ കേസിൽ സാക്ഷിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് ഈ ED തന്നെ പറയുന്ന കേസിൽ ധർമ്മരാജൻ ഇപ്പോഴും സാക്ഷിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കള്ളപ്പണമായിട്ട് ED അതിനെ കാണുന്നില്ല. അതാണ് ഈ കള്ളപ്പണ കേസായിട്ട് പോലും ഇത് കണക്കാക്കില്ല. ഈ ചോദ്യങ്ങളെല്ലാം അപ്രസക്തമാണ് അരുൺ സാർ. കാരണം എന്താ അറിയോ, ഈ ചോദ്യങ്ങളൊക്കെ ED-യാണ്. അല്ല, അതുകൊണ്ടല്ല, ഇത് ആദ്യം തന്നെ ഇത് കള്ളപ്പണം അല്ലല്ലോ. കള്ളപ്പണം അല്ലെങ്കിൽ പിന്നെ ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. വളരെ സ്വാഭാവികമായി ഒരു പ്രോപ്പർട്ടി ഡീലിന് വേണ്ടി ഒരാൾ നടത്തിയ പണമിടപാട് എന്നുള്ള നിലയ്ക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയ പിന്നെ ചോദ്യമൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് ഉണ്ണിബാലകൃഷ്ണന്റെ ആദ്യത്തെ ചോദ്യമായി ഞാൻ ചോദിച്ചത്, ഒരു സെയിൽ ഡീഡ് ഉണ്ടോ, ഒരു എഗ്രിമെന്റ് ഡീഡ് ഉണ്ടോ? Where is the agreement deed? Where is the sale deed? PMLA കോടതി ചോദിക്കുമായിരിക്കും. അതിന് മാത്രമാണ് പ്രതീക്ഷ. ഇതിനോട് ഒരു അനുബന്ധം ചേർക്കാനുണ്ട്. ED മുൻ മേധാവി സഞ്ജയ് കുമാർ മിശ്ര പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേശം ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. അതുകൊണ്ടാണ് നിഷ്കളങ്കരെ നിങ്ങൾ കരുതിയോ ഇതിനേക്കാൾ മറ്റൊരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെടുമെന്ന്. നമുക്കൊരു ചെറിയ ഇടവേള. കെടുത്തിയോ എന്നാണ് ചോദ്യം. സുജയ,
കൊടകര കെടുത്തിയിട്ടൊന്നുമില്ല. ഒരു കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ തങ്ങൾക്ക് താല്പര്യമുള്ള ആരെങ്കിലും, അതായത് കെ സുരേന്ദ്രനെ കൃത്യമായി ഇതിലേക്ക് പിൻ പോയിന്റ് ചെയ്ത് പെടുത്താൻ കഴിഞ്ഞില്ല എന്ന നിരാശയുള്ളവർക്കാണ് കൊടകര കെട്ടുപോയി എന്നൊക്കെ തോന്നുക. കാരണം കെ സുരേന്ദ്രൻ ഇതിലേക്ക് വരണമല്ലോ. കെ സുരേന്ദ്രൻ വന്നാൽ മാത്രമല്ലേ അതിനൊരു ഗും വരികയുള്ളൂ. അതാണ് എല്ലാവരും കാത്തിരുന്നത്. കൊടകര ഈക്വൽ ടു കെ സുരേന്ദ്രൻ എന്ന രീതിയിൽ ഫ്രെയിം ചെയ്ത് കൃത്യമായി അയാളുടെ രാഷ്ട്രീയ ഭാവി അടക്കം നശിപ്പിക്കാനായിട്ടുള്ള നീക്കവും ആ രീതിയിലുള്ള ചർച്ചകളുമാണ് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇഡിയുടെയും അതുപോലെ തന്നെ SITയുടെയും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ സംഭവം നടന്ന അന്ന് മുതൽ 2021 ഏപ്രിൽ 3 ദേശീയപാതയിലൂടെ പോകുമ്പോൾ ഒരു കാർ ആക്രമിച്ച് അതിൽ നിന്നും 3.5 കോടി കവരുന്നു. ഇതിലെ ഏപ്രിൽ 7 ലഭിച്ച പരാതിയടക്കം ഇതിന്റെ കൃത്യമായിട്ടുള്ള ടൈം ലൈൻ ഇപ്പോൾ മലയാളികൾക്ക് ഏറ്റവും നന്നായി അറിയാം. ഇതിൽ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് 2021 ജൂലൈ 23 അതിൽ 22 പേരാണ് പ്രതികൾ. ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് അധിക കുറ്റപത്രം നവംബർ 15 സമർപ്പിക്കുന്നത്. ഈ സാക്ഷി പട്ടികയിലുള്ള കെ സുരേന്ദ്രനെ അടക്കം കൃത്യമായി വിവരങ്ങൾ ചോദിക്കുന്നതിനായി വിളിച്ചു വരുത്തിയതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കെ സുരേന്ദ്രൻ 3 തവണ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ രാജുവിന്റെ അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ ഹാജരായിട്ടുണ്ട്. 3 തവണയും കൃത്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. താങ്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ CDR അടക്കം എല്ലാ രേഖകളും കയ്യിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കെ സുരേന്ദ്രനെതിരെ മറ്റ് 2 കേസുകൾ കൂടിയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ്. ഒന്ന് മഞ്ചേശ്വരം കോഴ കേസ്. രണ്ടും കെ സുരേന്ദ്രൻ ഇപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുള്ളതുമാണ് സ്വാഭാവികമായും. അപ്പോൾ മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലും ഈ 2 കേസുകൾ, ബത്തേരി കോഴ കേസും മഞ്ചേശ്വരം കോഴ കേസും, ഈ 2 കേസുകൾ എടുത്ത കേരള പോലീസിന് എന്തുകൊണ്ടാണ് അന്ന് ഭാരതീയ ന്യായ സംഹിതയല്ലോ, IPC ആണ്, IPC 171E അനുസരിച്ച് കെ സുരേന്ദ്രനെതിരെ ഈ വിഷയത്തിൽ കേസെടുക്കാമല്ലോ. കെ സുരേന്ദ്രനെതിരെ കേരള പോലീസിന്റെ കയ്യിൽ ഇത്രയധികം കാര്യങ്ങളുണ്ട്. കെ സുരേന്ദ്രനെയാണ് ആദ്യം ഫോൺ ചെയ്തത്, കെ സുരേന്ദ്രന്റെ മകനെയാണ് ഫോൺ ചെയ്തത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും അതുപോലെ തന്നെ CPIM-ഉം കോൺഗ്രസും എല്ലാവരും വേട്ടയാടി വലിച്ചു കീറുകയായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസ് അന്ന് ചാർജ് ചെയ്തില്ല? ബത്തേരിയിലും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും എടുത്തത് എത്ര തുകയ്ക്കാണ്? സുന്ദരയ്ക്ക് 2.5 ലക്ഷം കൊടുത്തതിനും CK ജാനുവിന് 10 ലക്ഷം കൊടുത്തതിനുമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് 400 കോടി, പിന്നീട് അത് 100 ആകുന്നു, പിന്നീട് 41 കോടി 40 ലക്ഷമാകുന്നു. എത്രയായാലും കോഴ അല്ലെങ്കിൽ ഈ അട്ടിമറിക്കാൻ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണല്ലോ കൂടുതൽ പണം ചെലവാക്കുന്നത്. അങ്ങനെയാണല്ലോ ഈ കേസുകൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പണം കൊണ്ടുവന്ന കെ സുരേന്ദ്രനെതിരെ എന്തുകൊണ്ട് 171E അനുസരിച്ച് ബത്തേരിയിലും മഞ്ചേശ്വരത്തും കാട്ടിയതുപോലെയുള്ള ആർജവത്തോടെ കേരള പോലീസ് കേസ് ചാർജ് ചെയ്തില്ല? ആ ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രനെ അന്ന് തന്നെ അന്നത്തെ കേസുകളിൽ പ്രതിയാക്കിയതുപോലെ തന്നെ കേസെടുക്കണം, അതിൽ വിചാരണ നേരിടട്ടെ കെ സുരേന്ദ്രൻ. ആ രീതിയിലൊന്നും ഇതുവരെ കാര്യങ്ങൾ പോയില്ല. 2021, അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് പറഞ്ഞത്, 2021 ഏപ്രിൽ 3 സംഭവിച്ച ഒരു കാര്യത്തിൽ 2025 മാർച്ച് 26 ആകുമ്പോഴും ഇതുവരെ കെ സുരേന്ദ്രൻ പ്രതിയാകുന്നില്ല. എന്തുകൊണ്ടാണ്? കേരള പോലീസ് ഉത്തരം പറയട്ടെ. ഈ 41 കോടി 40 ലക്ഷം പോട്ടെ, നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം, 42 കോടി തന്നെ വെച്ചു. 42 കോടി രൂപ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഈ ധർമ്മരാജൻ കടത്തിയത് എങ്കിൽ എന്തുകൊണ്ട് ധർമ്മരാജനെതിരെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് കേസെടുക്കുന്നില്ല? ധർമ്മരാജൻ ഈ പണം കടത്തിക്കൊണ്ടുവരുന്നതും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് എന്ന കൃത്യമായ ബോധ്യം കേരള പോലീസിന് ഉണ്ടെങ്കിൽ CPIM-നും ഇപ്പോൾ വലിയ പ്രക്ഷോഭമൊക്കെ EDയുടെ ഓഫീസിലേക്ക് നടത്താൻ പോകുന്ന CPIM-നും MV ഗോവിന്ദൻ മാസ്റ്റർക്കും ഒക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ധർമ്മരാജനെ പ്രതിയാക്കുന്നില്ല? ഇതുവരെ സമർപ്പിച്ച 2ാമത്തെ കുറ്റപത്രത്തെക്കുറിച്ച് കൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2ാമത്തേതിലും ധർമ്മരാജൻ പ്രതിയായി ഉൾപ്പെടുന്നില്ല. ഇതിൽ ധർമ്മരാജനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എപ്പോഴും പറയുന്നതാണ് CDR, കോൾ ഡേറ്റ റെക്കോർഡ്സ് അനുസരിച്ചുകൊണ്ട് വിളിച്ചവരെയൊക്കെ, ധർമ്മരാജൻ കോൺടാക്ട് ചെയ്തവരെയൊക്കെ വിളിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്തതാണ്. എന്നിട്ടും എന്തുകൊണ്ട് അവരൊന്നും ഈ പ്രതിപട്ടികയിലേക്ക് വന്നില്ല? കേരള പോലീസ് ഉത്തരം പറയേണ്ട ചോദ്യങ്ങളുണ്ട്. അങ്ങ് ചോദിച്ച 10 ചോദ്യമല്ല, 15 ചോദ്യം തിരിച്ചു ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഈ കേരള പോലീസ് നടത്തിയ ഈ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടിനെ കൂടി വെച്ചുകൊണ്ടാണ് ED ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ 3.5 കോടി രൂപ ധർമ്മരാജന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്ന് പറയുന്ന ഹൈവേ റോബറിയിലെ 3.5 കോടി രൂപ, ആ 3.5 കോടി രൂപ അത് ധർമ്മരാജൻ സോഴ്സ് വെളിപ്പെടുത്തിയാൽ മതി. പിന്നെ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലാതെ പണം കൊണ്ടുവന്നതിനുള്ള പിഴ അടച്ച അയാൾക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. ഇവിടെ 3.5 കോടി രൂപയുടെ സോഴ്സ് ധർമ്മരാജൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ആര് പറഞ്ഞു? കോടതിയുടെ മുന്നിൽ, അതുപോലെ തന്നെ പോലീസിന് മുന്നിൽ, അതുപോലെ EDക്ക് മുന്നിൽ. കോടതിയിൽ കൊടുത്തത്, ഈ കോടതിയിൽ ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്ന തൃശ്ശൂർ കോടതിയിലടക്കം അല്ലെങ്കിൽ ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിലടക്കം ഇത് പരാമർശിച്ചിട്ടുണ്ടോ എന്നത് കൂടി നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ കൃത്യമായി എന്താണ് തനിക്ക് ഈ പണം കൊണ്ടുള്ള ഉപയോഗം? അതിപ്പോൾ EDയുടെ കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ബിസിനസ് ഡീലിന് വേണ്ടി കൊണ്ടുവന്ന പണമാണ്, അത് ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണ്, അത് വഴിയിൽ വെച്ച് ഹൈവേയിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ടു, അതാണ് കേസ്. അപ്പോൾ അങ്ങനെ കവർച്ച ചെയ്യപ്പെട്ട ആ പണം അത് കള്ളപ്പണമാണോ? ആ കള്ളപ്പണം കൊടുത്തവരും വാങ്ങിയവരും വേണമല്ലോ. ഇപ്പോൾ ഈ പറയുന്ന BJPയുടെ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വാങ്ങാത്തവർ ആരുണ്ട്, ആ വാങ്ങിയവർ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി അവരെ ചോദ്യം ചെയ്ത് എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല? കള്ളപ്പണം കൊടുക്കുന്നത് പോലെ തന്നെ കള്ളപ്പണം വാങ്ങുന്നതും കള്ളപ്പണത്തിന്റെ ട്രാൻസാക്ഷനും കേൾക്കൂ. അതിൽ BJPയുടെ നേതാക്കൾ എത്ര പേരുണ്ട്? BJP
എന്ന പാർട്ടിയെ കൃത്യമായി ഫ്രെയിം ചെയ്ത് കൊടകര കള്ളപ്പണ കേസ്, അതിൽ കെ സുരേന്ദ്രൻ മുതൽ BJPയുടെ എല്ലാ നേതാക്കളും കള്ളപ്പണ ഇടപാടുകാരാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ ഇക്കഴിഞ്ഞ 4 വർഷമായി നടന്നുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ EDയുടെ കുറ്റപത്രം വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 2021 പിടിച്ചെടുത്തത് 121 കോടി രൂപയാണ്. ഈ 41 കോടിയെക്കുറിച്ചല്ല, ഈ 121 കുറിച്ച് കൂടി പറയാം. 2021 പിടിച്ചെടുത്തത് 121 കോടി രൂപയാണ്. അതിലും ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി കേസുമില്ല. അത് BJP എന്ന പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസോ CPMോ മാത്രമല്ല. ഈ പണം കൊണ്ടുവന്നത് ആരുടേതാണ്, ആ പണം എങ്ങനെ കൊണ്ടുവന്നതാണ്, തെരഞ്ഞെടുപ്പിനായി ഓരോ സ്ഥാനാർത്ഥിക്കും ചെലവഴിക്കാവുന്ന നിശ്ചിത തുകയ്ക്കപ്പുറം ആരൊക്കെ ചെലവഴിച്ചു, അങ്ങനെ അതിൽ കള്ളപ്പണം വന്നിട്ടുണ്ടോ, ഇതിലേക്കൊന്നും കേരളത്തിൽ അന്വേഷണം പോകുന്നില്ല എന്നതും ഒരു പരസ്യമായ രഹസ്യമാണ്. ഇതിൽ ഈ പറഞ്ഞ 41 കോടി 40 ലക്ഷം, ഇതിൽ മഞ്ചേശ്വരം ബത്തേരി മോഡലിൽ ഇവിടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ കേരള പോലീസിന്റെ ഉദ്ദേശശുദ്ധിയെ കേരള പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തി എന്നതിനെയൊക്കെ ഇവിടെ നമുക്ക് സമ്മതിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ പോലീസ് പ്രതി ചേർത്തിരിക്കുന്ന 22 പേർ, ആദ്യത്തെ ഈ ആകെയുള്ള പ്രതിപട്ടികയിലെ 22 പേർ, അതിൽ ഈ പണം കവർന്നതിന്, റോബറി, കവർച്ച, ഈ കവർച്ചയ്ക്ക് നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി പങ്കുള്ള ആളുകളെയാണ് ഈ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും 1.4 crores അതെവിടെയാണ് എന്നുള്ളത് കേരള പോലീസിന് സ്റ്റിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണക്കിൽ കാണിക്കാതെ കൊണ്ടുപോയ പണം എന്റെയാണ് എന്ന് ധർമ്മരാജൻ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ അടുത്ത് പോയി പറഞ്ഞതാണ്. പക്ഷേ ധർമ്മരാജൻ ആ കേസിൽ പ്രതിയല്ല, ധർമ്മരാജൻ ആ കേസിലെ സാക്ഷിയാണ്. എന്റെ പണമാണ് എന്ന് പറഞ്ഞ ധർമ്മരാജൻ കേസിലെ 2ാം സാക്ഷിയാണ്. ഇതിൽ BJP എന്ന പാർട്ടിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് നിങ്ങളൊക്കെ വാചാലരായല്ലോ. ഈ കേരള പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ എവിടെയാണ് BJP എന്ന് പറയുന്നത്? ഈ തുടരന്വേഷണത്തിനായി തിരൂർ സതീശിന്റെ മൊഴിയെ ആസ്പദമാക്കിക്കൊണ്ട് പോയി കൊടുത്തിരിക്കുന്ന ആ കാര്യത്തിൽ മാത്രമാണ് BJP എന്ന് പറയുന്നത്. 1ാമത്തെയോ 2ാമത്തെയോ കുറ്റപത്രത്തിൽ BJP എന്ന പാർട്ടിയെ കുറിച്ച് കേരള പോലീസ് പറയുന്നില്ല. വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 1ാമത്തെയും 2ാമത്തെയും കുറ്റപത്രം, ആദ്യം സമർപ്പിച്ച കുറ്റപത്രം, ഡേറ്റ് ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ കുറ്റപത്രം എന്ന് പറയുന്നത് സമർപ്പിച്ചിരിക്കുന്നത് ജൂലൈ 23, 2021. 22 പേർ പ്രതികളായ കുറ്റപത്രത്തിൽ BJP എന്ന പാർട്ടിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറയുന്നില്ല. 2022 നവംബർ 15 അധികമായി ഇതേ നിങ്ങളൊക്കെ പറഞ്ഞ രാജു സമർപ്പിച്ച, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ, നവംബർ 15 സമർപ്പിച്ച കുറ്റപത്രത്തിലും BJP എന്ന പാർട്ടിയെക്കുറിച്ച് പറയുന്നില്ല. ഇനി എന്താണ് തിരൂർ സതീശിന്റെ മൊഴി? 2024 ഒക്ടോബർ 30 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ 6 ചാക്കിലാക്കി അന്ന് പണം കൊണ്ടുവന്നു, ഞാനത് കണ്ട് ഞെട്ടി എന്നൊക്കെ പറഞ്ഞുള്ള തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് 3 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. അതായത് KR ഹരിയുമായും KK അനീഷ് കുമാറുമായും സുജയ് സേരനുമായും ഒക്കെ തെറ്റിക്കതിന് ശേഷം തിരൂർ സതീഷ് നടത്തുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത്. അതിലും ഈ പണം എവിടേക്ക് പോയി, ഈ 6 ചാക്ക് വന്നത് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ആര് കൊണ്ടുപോയത്, എവിടെ നിന്നെങ്കിലും പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് തനിക്ക് കിട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, കൊടുത്തു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ ഫ്രെയിം ചെയ്യുകയാണ്. ഫ്രെയിം ചെയ്ത് കെ സുരേന്ദ്രനെ അതിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യണം. കെ സുരേന്ദ്രൻ കള്ളപ്പണക്കാരനാണെന്ന് സ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇക്കഴിഞ്ഞ 4 വർഷമായി നടന്നുകൊണ്ടിരുന്നത്. മാധ്യമ വിചാരണയ്ക്കടക്കം കെ സുരേന്ദ്രൻ വിധേയനായത്. ഇവിടെ ED പറയുന്നത് എന്താണ്? പോലീസ് അന്വേഷണത്തിന്റെ കുറ്റപത്രവും FIR-ഉം തന്നു. അതിന്റെ രണ്ടിനെയും അടിസ്ഥാനത്തിലാണ് EDയുടെ അന്വേഷണം നടക്കുന്നത്. പക്ഷേ പണം BJPയുമായി ബന്ധിപ്പിക്കുന്നതാണ്. ആ പണം എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു BJP എന്ന പാർട്ടിക്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ പണമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവും പോലീസ് കൈമാറിയിട്ടില്ല. അല്ലെങ്കിൽ പോലീസ് പറയട്ടെ, പോലീസ് ഒരു തെളിവും കൈമാറിയിട്ടില്ല. ഈ PMLA നിയമപ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ കവർച്ചയ്ക്ക് ശേഷം? അതാണ് EDയുടെ അന്വേഷണ പരിധിയിൽ വന്നത്. അപ്പോൾ ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തുമ്പോൾ ഈ ധർമ്മരാജന് നഷ്ടമായ, റോബറി ചെയ്യപ്പെട്ട പണത്തിന്റെ ഉറവിടം അത് ധർമ്മരാജന് കൃത്യമായി പറയാൻ കഴിയും. നിയമപ്രകാരം അയാൾ സമ്പാദിച്ച പണമാണ് എന്നുള്ളത് അയാൾക്ക് സ്ഥാപിക്കാൻ കഴിയും. ആ സ്ഥാപിക്കൽ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അയാൾ സാക്ഷിയായി കേരള പോലീസിന്റെയും പ്രതിപട്ടികയിലല്ല, സാക്ഷി പട്ടികയിലാണ് അയാൾ നിൽക്കുന്നത്. ആരൊക്കെ പണം കൈപ്പറ്റി, എന്തിനു വേണ്ടി ഉപയോഗിച്ചു, കള്ളപ്പണമാക്കി മാറ്റിയോ, സ്വത്തുക്കൾ വാങ്ങാൻ ഉപയോഗിച്ചോ, ഇതെല്ലാം ED വിശദമായി പരിശോധിച്ചിട്ട് തന്നെയാണ് 12.88 ലക്ഷത്തിന്റെ സ്വത്തും കണ്ടുകെട്ടി തന്നെയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. BJPയുടെ പണമാണെന്നത് കേരള പോലീസിന് പോലും തെളിവില്ലാത്ത ഇടത്ത് ED എവിടെ നിന്നാണ് ഇത് BJPയുടേതാണെന്ന് സ്ഥാപിക്കേണ്ടത്? ED എവിടെയാണ് BJPയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ ഇതിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ടുവരുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരാണ്. ഈ ട്രാവൻകൂർ പാലസിലെ ഹോട്ടൽ, ആ ഹോട്ടൽ എന്ന് പറയുന്നത് അത് വെള്ളാപ്പള്ളി ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടേതാണ്. ഇപ്പോൾ ആ ഹോട്ടലിന്റെ ഈ വെള്ളാപ്പള്ളി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് അതാണല്ലോ നിങ്ങളിപ്പോൾ പറയുന്നത്. ദ ട്രാവൻകൂർ പാലസ്, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ട്രാവൻകൂർ പാലസ് ഇൻ ആലപ്പുഴ, സ്പെസിഫിക്കലി ലൊക്കേറ്റഡ് ഇൻ ചേർത്തല, ഈസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ വെള്ളാപ്പള്ളി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് ഫംഗ്ഷൻസ് ആസ് എ ഹെറിറ്റേജ് ഹോട്ടൽ ആൻഡ് സ്പാ. ഈ ഹോട്ടൽ വാങ്ങാനല്ല 3.5 കോടിയും കൊണ്ട് പോയത്. ആ ട്രാവൻകൂർ പാലസ് തിരുവനന്തപുരം കൊട്ടാരത്തിലെ ഒരു PROയുടെ സ്ഥലമുണ്ട് അവിടെ. ആ സ്ഥലം വാങ്ങുന്നതിന് അതിന് തുഷാറിനെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരും ഇതിലേക്ക് അനാവശ്യമായി വലിച്ചിടിക്കുകയാണ്. ഇത് ED കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥലം വാങ്ങാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
അവിടെയും തുഷാർ വെള്ളാപ്പള്ളിയെ ഇതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. കാരണം എൻ ഡി എ എന്ന മുന്നണിയുടെ ഭാഗമാണ് തുഷാർ വെള്ളാപ്പള്ളി. അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി കൂടി ഇതിലേക്ക് വരുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഇനിയൊന്നും പറയില്ലല്ലോ, അപ്പോൾ സുരേന്ദ്രൻ സേഫ് ആയല്ലോ. സുരേന്ദ്രൻ അങ്ങനെ സേഫ് ആകേണ്ട കാര്യമില്ല. ഇതിൽ കൃത്യമായ അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട്. 3 തവണ ചോദ്യം ചെയ്യലിനടക്കം വിധേയനായിട്ടുണ്ട് സുരേന്ദ്രൻ. ഈ ബത്തേരിയിലും മഞ്ചേശ്വരത്തും ഇല്ലാത്ത പേടി ഇവിടെ സുരേന്ദ്രൻ എന്തിനാണ്? ഇവിടെ കൃത്യമായ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ കേരള പോലീസ് തെളിയിക്കട്ടെ. ഒറ്റ കാര്യം, പോലീസിന്റെ കുറ്റപത്രത്തിൽ കൊള്ളയടിച്ചത് BJPക്കുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന് ആദ്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, സുൽത്താൻ ബത്തേരി കോഴ കേസിൽ കെ സുരേന്ദ്രൻ ജാമ്യത്തിലാണ്. മഞ്ചേശ്വരത്ത് ബത്തേരിയും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജാമ്യത്തിലാണ്. അല്ല, ഇവിടെ കൊടകരയിൽ എന്തുകൊണ്ട് പ്രതിയാക്കുന്നില്ല? കേരള പോലീസ് പ്രതിയാക്കുന്നില്ല. അതാണ് ചോദ്യം. ഇപ്പോ സുജയുടെ ഈ ഡിഫൻസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലയണൽ മെസ്സി എന്തുകൊണ്ട് സെഞ്ചുറി അടിച്ചില്ല എന്ന് ചോദിക്കുന്നത് പോലെയാണ് സുജയുടെ ആർഗ്യുമെന്റ്. ഒന്നുമല്ല, നിങ്ങൾ ഞാൻ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി പറയാം, ലയണൽ മെസ്സി എന്തുകൊണ്ട് സെഞ്ചുറി അടിച്ചില്ല എന്ന മട്ടിലാണ് സുജയുടെ ചോദ്യം. മെസ്സി കളിക്കുന്നത് ഫുട്ബോളും സെഞ്ചുറി ക്രിക്കറ്റിലെയും സാമാന്യ ബോധമാണ്. PMLA ആക്ട് അന്വേഷിക്കുന്നത് PMLA ആക്ട് പ്രകാരം ഒരു കേസ് എടുക്കേണ്ടത് ആരാ? കേരള പോലീസാണോ? കള്ളപ്പണം വെളുപ്പിക്കലാണ് അത് PMLA ആക്ട് പ്രകാരം അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചത്. അതിൽ വന്നില്ല. അതിനാണ് ഇപ്പോൾ ഇത്രയും ടെൻഷൻ. കേക്കൂ, PMLA ആക്ട് പ്രകാരമുള്ള ഒരു കേസിൽ കേസ് എടുക്കേണ്ടത് കേരള പോലീസാണോ അത് ED ആണോ? കേരള പോലീസ് എടുത്ത കേസിൽ എന്ത് കണ്ടെത്തി? BJPയുടെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഇത്രയും പണം കൊണ്ടുവന്നെങ്കിൽ എന്തുകൊണ്ട് ആ കാര്യങ്ങൾ ഇത് കള്ളപ്പണമാണെന്ന് തെളിയിക്കേണ്ട ചുമതല ആരുടേതാ? കള്ളപ്പണത്തെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് ED ആണ്. പക്ഷേ EDക്ക് അത് കള്ളപ്പണമാണെങ്കിലേ തെളിയിക്കാൻ കഴിയൂ. അല്ലാത്ത കേരള PMLA ആക്ട് പ്രകാരമുള്ള ഒരു കേസിൽ PMLA ആക്ട് 2002 പ്രകാരം ഒരു കേസിൽ ഒരു കള്ളപ്പണ നിങ്ങൾ ചെയ്യാൻ കഴിയുമോ? കേരള പോലീസിന് ബത്തേരി മഞ്ചേശ്വരം പോലെയാണ് ഈ കേസ്. ഇതെങ്ങനെ കെ സുരേന്ദ്രനിലേക്ക് മാത്രമായിട്ട് പോവുക? 25 ഇടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. 25 ഇടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ സുജയ. അതാ നോക്കൂ, നേരത്തെ പറഞ്ഞില്ല, ആദ്യത്തെ എഫ്ഐആറിൽ BJPയുടെ പേരുണ്ട്. ഒന്നല്ല, 25 ഇടത്താണ് BJPയുടെ വിവിധ സംസ്ഥാന നേതാക്കൾ, ജില്ലാ ഓഫീസിലെ സെക്രട്ടറിമാര് പണം കൈപ്പറ്റിയത്. ഏത് വണ്ടിയിൽ, എവിടെ വെച്ച്, എത്ര രൂപ കൈപ്പറ്റി? ഞാൻ ഉദാഹരണത്തിന് മാത്രം പറയാം. അതിന് തൃശ്ശൂർ മാത്രമാക്കേണ്ട, നമുക്ക് എല്ലാ സ്ഥലങ്ങളിലെയും നമുക്ക് നോക്കിപ്പോവാം. ഇവിടെ KSRTCയിൽ പണം കൊണ്ടുവന്ന് കൈമാറിയിരിക്കുന്നത് ഇതേ ധനരാജൻ കൈമാറിയിരിക്കുന്നത് ഒരു സോമശേഖരനാണ്. KL11 BJ എന്ന ലോറിയിൽ കൈമാറി അരൂർ ആലപ്പുഴയിൽ കൈമാറിയിരിക്കുന്നത് ഒരു പത്മകുമാരനാണ്. ഇനി ഇതേ ധനരാജന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷംജീർ കൊടുത്തിരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് ഗോപാലകൃഷ്ണൻ കർത്തയ്ക്കാണ്, ആലപ്പുഴയിൽ. അയാൾ BJPയുടെ ട്രഷറാണ്. അയാളുടെ പേരുള്ളത് FIR-ലാണ്. അതിനുശേഷം തീർന്നിട്ടില്ല. KSRTC ബസ്സിൽ ഷിജിൻ കൊണ്ട് കൊടുത്തത് ബിനീഷിനാണ്. KL56G എർട്ടിഗയിൽ കൊണ്ടുവന്ന് കൊടുത്തത് ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് BJP കോഴിക്കോടാണ്, ഡിസ്ട്രിക്ട് സെക്രട്ടറി ഇൻചാർജിനാണ്. തിരൂരിൽ കൊണ്ടുവന്ന് കൊടുത്തത്, ഇവിടെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് കൊടുത്തത് ജില്ലാ സെക്രട്ടറിക്കാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് എണ്ണി വാഹനത്തിന്റെ അടക്കമുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പോലീസ്. ഇതെങ്ങനെ പ്രതികളാക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കോഴയ്ക്കാണ് ഈ പണം ഉപയോഗിച്ചത്. IPC ആണ് നിൽക്കുന്നുണ്ട്. കേരള പോലീസല്ലേ അന്വേഷിച്ച് IPC 17E പ്രകാരം കെ സുരേന്ദ്രനെതിരെ കേസ് ചാർജ് ചെയ്തത്. ബത്തേരിയും അതുപോലെ തന്നെ മഞ്ചേശ്വരവും അതുപോലെ തന്നെ ഒരു നിമിഷം. ഇതിൽ ധർമ്മരാജൻ പറയുന്നുണ്ടല്ലോ, ഈ കൊടകരയിലെ കള്ളപ്പണം കവർച്ച ചെയ്യപ്പെട്ടതിന് തൊട്ടടുത്ത കൂട്ടിച്ചേർക്കലാണ്. ധർമ്മരാജൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കള്ളപ്പണമല്ല. ധർമ്മരാജന്റെ 25 ലക്ഷമാണെന്ന് പറഞ്ഞത് അല്ല, ധർമ്മരാജൻ ആദ്യം 25 ലക്ഷമാണ് നഷ്ടമായത് എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അവസാനിക്കുന്ന നമ്പറിൽ നിന്ന് സുരേന്ദ്രന്റെ മകന്റെ നമ്പറായ 9656292684. ഞാൻ ഈ പറയുന്ന നമ്പർ 9656292684 സുരേന്ദ്രന്റെ മകന്റെ നമ്പരാ, ഹരികൃഷ്ണൻ നമ്പരാ. ഈ കവർച്ച ചെയ്യപ്പെട്ട നിമിഷം ആദ്യം ധർമ്മരാജൻ വിളിക്കുന്ന നമ്പറുകളിലൊന്ന്. എന്തിനാ വിളിച്ചത്?
തന്റെ പണം കവർ ചെയ്യപ്പെട്ടു എന്റെ പണം കവർ ചെയ്താൽ ഞാൻ ഡോക്ടർ അരുണിനെ വിളിക്കില്ലേ? അടുത്ത സുഹൃത്തായിരിക്കാം. കെ. സുരേന്ദ്രന്റെ മകൻ. എന്താ ഞാൻ ചോദിക്കുന്നത്? കെ. സുരേന്ദ്രന്റെ മകനെ ധർമ്മരാജനെ ആർഗ്യുമെന്റ് ആണ്. അല്ല, കെ. സുരേന്ദ്രനെ ഞാൻ ചോദിക്കട്ടെ, കെ. സുരേന്ദ്രന്റെ മകനെ ധർമ്മരാജന് വിളിച്ചു? അതായത് കണക്കിൽപ്പെടാത്ത പണം, കണക്കിൽപ്പെടാത്ത പണം എന്നുള്ളത് അത് ആട്രിബ്യൂഷൻ ആണ്. 25 ലക്ഷം എന്ന് പറഞ്ഞത് ഇതേ ധർമ്മരാജനല്ല. 3.5 കോടിയാണ്. 3.5 കോടി എന്ന് പറയുന്നു. പിന്നീട് ധർമ്മരാജന്റെ മൊഴി അനുസരിച്ച് 41 കോടി 40 ലക്ഷം എന്ന് പറയുന്നു. ഇതേ ധർമ്മരാജൻ ലോറി കയറിയും KSRTC കയറിയും എട്ടിക്ക് പിടിച്ചും ടൊയോട്ട വന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ പണം എന്നുള്ളത് അടുത്ത ചോദ്യം. സുജയ സാധാരണ സ്ഥലമാകാൻ പോകുമ്പോൾ 3.5 കോടിയായിട്ട് കാറിലാണോ സഞ്ചരിക്കുന്നത്? അല്ല, എനിക്ക് ഈ പണമിടപാടില്ലാത്തത് കൊണ്ട് പണമിടപാടുള്ള ഒരു കേസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലാതെ 50,000 രൂപയ്ക്ക് മുകളിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിഴ എടുക്കാൻ പ്രതിയാക്കാത്തത്. അല്ല, ED PMLA ആക്ട് അനുസരിച്ചാണ് അന്വേഷിക്കുന്നത്. അല്ലാതെ ആദായ നികുതി വകുപ്പാണ് അതിൽ കൃത്യമായി നടപടി എടുക്കേണ്ടത്. ആദായ നികുതി വകുപ്പ് ഈ കേസിൽ 4 വർഷമായിട്ട് വരാത്ത എന്താ? ഞാൻ ചോദിക്കട്ടെ, ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം വരാത്തത് എന്താണ്? ആദായ നികുതി വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഈ പറയുന്ന രാജുവിന്റെ കത്ത് തലോടി വെള്ളയടിച്ചു സുജിയ, നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതുപോലൊരു ഏജൻസി ED എന്ന് പറയുന്ന ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഈ പണം എവിടെ നിന്ന് വന്നു? ഈ പണം എവിടെ നിന്ന് വന്നു? ഇവിടെ നിന്ന് നോക്കൂ. അല്ലല്ല, ഇത് കള്ളപ്പണമല്ല, ഇത് വെള്ളപ്പണ. ഇത് കള്ളപ്പണമല്ല, വെള്ളപ്പണ. സുനിൽ നായിക്കിനെ ചോദ്യം ചെയ്യാത്ത എന്താ? സുനിൽ നായിക്ക് ഇതിൽ കേസിന്റെ പരിധിയിൽ വരാത്ത ആളുകളെയൊക്കെ ചോദ്യം ചെയ്യണം. ഈ പണം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി എന്ന് 41 കോടി 40 ലക്ഷം രൂപയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ ED അന്വേഷണത്തിലേക്ക് പോകാൻ? 41 കോടി 40 ലക്ഷം രൂപയാണ് ഈ ഇത് കൊണ്ടുവന്നത് എന്നുള്ളതിന് കൃത്യമായ തെളിവോടുകൂടി കേരള പോലീസ് എല്ലാ തെളിവ് കൊണ്ട് തെളിവോട് നടക്കുന്ന കാര്യമല്ല സുജയ. ഇത് കേരളത്തിലെ ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ 3 ചോദ്യത്തിന് സുജയ്ക്ക് ഉത്തരവില്ല. ഒന്ന്, 25 ലക്ഷം എന്നുള്ളത് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു? 3 കോടി 56 ലക്ഷം എന്നുള്ളത് ധർമ്മരാജൻ എന്തുകൊണ്ട് കള്ളം പറഞ്ഞു 25 ലക്ഷമായി? ഉത്തരവില്ലല്ലോ. അത് ധർമ്മരാജൻ പറയേണ്ട ഉത്തരവാണ്. ശരി, നമ്പർ 2 ധർമ്മരാജൻ പ്രോപ്പർട്ടി വാങ്ങാൻ വന്ന ട്രാവൻകൂർ പാലസിൽ താങ്കൾ പറഞ്ഞ PROയുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടോ? PROയുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടോ എന്ന് ധർമ്മരാജനാണ് ഫർണിഷ് ചെയ്യേണ്ടത്. പാലസിലെ ഹോട്ടൽ വെള്ളാപ്പള്ളിയുടെയാണ് വെച്ചിട്ട് ഈ വാങ്ങാൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ ആണെന്ന് ആര് പറഞ്ഞു? ട്രാവൻകൂർ പാലസ് ട്രാവൻകൂർ പാലസ് എന്ന് പിന്നെ റിപ്പോർട്ട് പറയുന്നത് പാലസിന്റെ സ്ഥലം എന്നാണ് പറഞ്ഞത്. ട്രാവൻകൂർ പാലസിന്റെ സ്ഥലം, ആ സ്ഥലം മുഴുവൻ വെള്ളാപ്പള്ളി നടേശന്റേതാണെന്ന് താങ്കൾക്ക് ഉറപ്പ്? ട്രാവൻകൂർ പാലസിന്റെ സ്ഥലം പിന്നെ ട്രാവൻകൂർ പാലസിന്റെ അല്ലേ? സ്ഥലം ആ ലാൻഡ് ആർക്കാണ് ബിലോങ് ചെയ്യുന്നത്? ട്രാവൻകൂർ പാലസിന്റെ, അതായത് താങ്കൾ പറയുന്ന അനുസരിച്ച് വെള്ളാപ്പള്ളി, ഞാൻ പറയട്ടെ, തുഷാർ വെള്ളാപ്പള്ളിയുടെയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി എന്താണ് സുജയ എന്നല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. തുഷാർ വെള്ളാപ്പള്ളിയുടേതാണ് ഈ ഡീൽ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. തന്നെ വിശദീകരിക്കും. ട്രാവൻകൂർ പാലസിന്റെ ഈ ഹോട്ടൽ ഓൺ ചെയ്യുന്നത് വെള്ളാപ്പള്ളി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് തിരുവനന്തപുരം കൊട്ടാരത്തിൽ ഒരു PROയുടെ സ്ഥലമാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ക്രെഡിബിൾ ഇൻഫർമേഷൻ ഫ്രം സോഴ്സസ്. എന്തൊക്കെയാണ് സുജയ പറയുന്നത്? ധർമ്മരാജൻ വാങ്ങാൻ പോയ സ്ഥലം അല്ലെങ്കിൽ ധർമ്മരാജൻ പണം കൊടുക്കാൻ പോയ സ്ഥലം എന്ന് പറയുന്നത് അത് തുഷാറിന്റേതല്ല. എനിക്ക് തുഷാറിന്റേതല്ല എന്ന് ഉറപ്പിച്ചു. അത്ഭുതമാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയില്ല, നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നു. കൊടകര കെടുത്തിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. 2 പേർ യെസ്, 2 പേർ നോ. Meet the editors.